വിശ്വസിക്കുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെ ആ ബെല്ലൈക്കൺ അമർത്തി നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആവുക. അപ്പോൾ നമുക്ക് പയ്യെ ഒരു ഹ്യൂജ് ഫാമിലി ആക്കാം ഇൻഷാ അല്ലാ. പിന്നെ ഇപ്പോൾ വന്നിട്ട് നോമ്പാണല്ലോ. പിന്നെ ഞങ്ങൾക്ക് വന്നിട്ട് ഓൺലൈൻ ക്ലാസ് രാവിലെ 9 മണി തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നോമ്പിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുക. എന്ന് വെച്ചാൽ നോമ്പ് തുറന്നിട്ട് കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ അപ്പോഴാണ് ഉണ്ടാക്കുക. അതെല്ലാം ഇൻഷാ അല്ലാ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കണമെന്ന് ഓർക്കുന്നുണ്ട്. പിന്നെന്താ, ഇന്ന് വന്നിട്ട് കിട്ടി സർപ്രൈസ് ഉണ്ട്. അത് ഞാൻ വീഡിയോയുടെ എൻഡിങ്ങിൽ കാണിക്കാം. അതിൻ്റെ മുമ്പ് ഞാൻ വീഡിയോയിൽ പറയുമോയെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. പിന്നെ ഇപ്പം ടൈം വന്നിട്ട് 11 മണിയായി. ഇപ്പോൾ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ, ഇനി നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് കട്ട്ലറ്റും സവാള ബജിയും പിന്നെ ബിരിയാണിയാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിനൊക്കെ വേണ്ടിയുള്ള സവാള നമ്മൾ ആദ്യമേ എല്ലാം അരിഞ്ഞും നന്നാക്കിയൊക്കെ വയ്ക്കും. പിന്നെ ഇത് വന്നിട്ട് ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയുള്ള ചിക്കനാണ്. ആദ്യം തന്നെ നമ്മൾ ചിക്കനിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി അങ്ങനെ എല്ലാ പൊടികളും ചേർത്തിട്ട് പിന്നെ നാരങ്ങനീരും തൈരും ഒക്കെ ചേർത്ത് നല്ലപോലെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ടാണ് നമ്മൾ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഇത് വന്നിട്ട് നമ്മൾ കട്ട്ലറ്റിന് വേണ്ടി ബീഫ് വേവിക്കാൻ പോവാണ്. അതിലേക്ക് എല്ലാം 1/4 ടീസ്പൂൺ അളവിലാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്. ഞാൻ മുളക് പൊടി ചേർക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, കുരുമുളക് പൊടി, അതുപോലെ മസാലപ്പൊടി, ഇത്രയും 1/4 ടീസ്പൂൺ അളവിൽ നമ്മൾ ചേർത്തു. പിന്നെ കുറച്ച് ഉപ്പ് നീരും കൂടെ ആഡ് ചെയ്യാം. നമ്മൾ ഏകദേശം 200 ഗ്രാം ബീഫാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ അത് വന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. പൊടികളൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ വ്ളോഗ് കാണുന്നവര് അല്ലെങ്കിൽ മിക്കവർക്കും കട്ട്ലറ്റ് ഒക്കെ തന്നെ ഉണ്ടാക്കാൻ അറിയായിരിക്കില്ലേ. ബട്ട് എന്നെ പോലെ നല്ല മടിയുള്ളവർക്ക് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്കാട്ടോ ഞാൻ ഈ റെസിപ്പി കാണിക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. പിന്നെ ബീഫ് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ നോക്കുക. പിന്നെ കറക്റ്റ് 20 മിനിറ്റ്സും കൂടെ ബീഫ് വേവിച്ചാൽ മതി. അപ്പോഴത്തേക്കും ബീഫ് നല്ലപോലെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ പൊട്ടറ്റോ വേവിച്ചു. ഉരുളക്കിഴങ്ങ് വന്നിട്ട് 4 ഉരുളക്കിഴങ്ങ് ഇവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് വേവിച്ചിട്ട് നല്ലപോലെ സ്മാഷ് ചെയ്തിട്ട് എടുക്കാം. ഇനി വന്നിട്ട് നമുക്ക് കട്ട്ലറ്റിനുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാൻ 2 സവാള നല്ലപോലെ അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അത് നല്ലപോലെ വഴറ്റി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് 2 മുളക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയാണ്. വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചിട്ട് ചേർക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്താലും മതി. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 1/4 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ മസാലപ്പൊടി എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ പൊടിച്ച് ഉണ്ടാക്കിയതാണ്. പട്ട, ഗ്രാമ്പൂ, പെരിഞ്ജീരകം, കുരുമുളക് ഇവയൊക്കെ അടിച്ചുണ്ടാക്കിയ മസാലയാണ് കേട്ടോ ഇതിൽ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ എന്നിട്ട് കുറച്ച് ഉപ്പ് നീരും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് മിക്സിയുടെ ജാറിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരുവിധം നന്നായി ബ്ലെൻഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഇട്ടിട്ട് അതും കൂടെ മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിലെ കുഞ്ഞു കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം പൊടിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ വന്നിട്ട് നമ്മൾ സ്മാഷ് ചെയ്തേക്കുന്ന ഉരുളക്കിഴങ്ങും ഈ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന മസാലയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കിയും കൂടെ ഇട്ട് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ കുഴച്ചെടുക്കണം. എന്നാലാണ് നല്ലൊരു ടേസ്റ്റിലായിട്ട് അത് വരുള്ളൂ. എല്ലാത്തിൻ്റെയും പ്രൊപ്പോർഷൻ കറക്റ്റായിട്ട് വരണം. പിന്നെ നമുക്കത് കുഞ്ഞു ബോൾസ് ആയിട്ട് ഉരുട്ടിയിട്ട് എടുത്ത് വയ്ക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാം. പിറ്റേ ദിവസത്തേക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും. നമ്മളിത് ഉണ്ടാക്കിയിട്ട് രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് വൈകിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാറ്. അങ്ങനെ കുഞ്ഞു ബോൾസ് ആയിട്ട് നമുക്ക് ഉരുട്ടി വയ്ക്കാം.
നമുക്ക് വന്നിട്ട് കട്ട്ലറ്റ് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ടയിലേക്ക് കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒക്കെ നമ്മൾ കട്ട്ലറ്റ് എടുക്കുമ്പോൾ വെക്കുന്ന പൊട്ടി പോകണം, കഴിക്കാനായിട്ട് എടുക്കുമ്പോഴേക്കും വെക്കുന്ന പൊടിഞ്ഞു പോകണം നമ്മൾ കാണാറുണ്ടല്ലേ. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത്. പിന്നെ ബ്രെഡ് ക്രംസ് ഉണ്ട്, ബ്രെഡ് ക്രംസിലും കൂടെ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് വെക്കുന്ന ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. എന്നിട്ട് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ രണ്ട് സൈഡും ഏകദേശം ഈ ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴേക്കും നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. സോ നമുക്കത് കോരിയെടുക്കാവുന്നതാണ്. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ബീഫ് കട്ട്ലറ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വന്നിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായി, അതുപോലെ സവാള ബജി ഉണ്ടാക്കിയിട്ടുണ്ടായി. ബട്ട് എല്ലാത്തിൻ്റെ റെസിപ്പീസ് വെക്കുന്ന കാണിക്കുന്നേക്കാളും നല്ലത് ഒരൊറ്റ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ബീഫ് കട്ട്ലറ്റിൻ്റെ റെസിപ്പി മാത്രം എടുത്തത്. പിന്നെ ചിക്കൻ ബിരിയാണി വന്നിട്ട് സെറ്റ് ചെയ്യുന്നത്, ദം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വന്നിട്ട് പ്രിപ്പയർ ചെയ്തത് ഉമ്മച്ചും താത്തായും കൂടെയാണ്. ഞാൻ വന്നിട്ട് ജസ്റ്റ് വീഡിയോ എടുത്താൽ മാത്രമേ ഉള്ളൂ. ഇത് ചിക്കൻ്റെ ഗ്രേവി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ അതിൻ്റെ ചാറും കൂടെ വെച്ചിട്ട് റൈസ് ഇടുക. പിന്നെ വന്നിട്ട് മഞ്ഞപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് സ്പ്രെഡ് ചെയ്യുക. പിന്നെ വന്നിട്ട് മസാലപ്പൊടി ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഒരു മസാലപ്പൊടിയുടെ കാര്യം, അത് അതിൻ്റെ മുകളിൽ ജസ്റ്റ് തൂന്നുന്നുണ്ട്. പിന്നെ വന്നിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ച സവാളയും പിന്നെ കാഷ്യൂസും മുന്തിരിയും മല്ലിയിലും പുതിനയിലും എല്ലാം കൂടെ ഇട്ടിട്ട് വീണ്ടും റൈസ് ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കും. ഇപ്പോൾ നമ്മുടെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞു. ഞാൻ കാണിച്ചില്ല, ബിരിയാണി ഉണ്ടാക്കി, കട്ട്ലറ്റ് ഉണ്ടാക്കി. ഇനി വന്നിട്ട് കേക്ക് വാങ്ങാൻ വേണ്ടി പോവാണ്. കേക്ക് വാങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിലാണ് കേട്ടോ കേക്ക് വാങ്ങാൻ പോകുന്നത്. ഇനി കേക്ക് വാങ്ങാൻ പോകുമ്പോൾ നിങ്ങളവർക്ക് എന്താണെന്നല്ലേ അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും കേട്ടോ. പിന്നെ അപ്പോൾ കേക്ക് വാങ്ങാനായിട്ട് പോകണം തൊട്ടടുത്ത്. ഇനി വേറെ പണിയൊന്നുമില്ല, എല്ലാം ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കേക്ക് വാങ്ങാൻ പോകാം. പിന്നെ അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് കേക്ക് എന്തിനാന്നുള്ള കാര്യത്തിന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. കിട്ടിയ സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞില്ലേ, അതാണ്. സോ അതിൻ്റെ ഞാൻ ചെറിയ വീഡിയോസും ക്ലിപ്പിങ്സൊക്കെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നോമ്പ് തുറക്കണ സീനാട്ടോ. എനിക്ക് നല്ല സെറ്റപ്പായിട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു, ബട്ട് ആ കറക്റ്റ് സമയത്ത് കറണ്ട് പോയി. സോ എനിക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ വന്നിട്ട് ഇത് ഫുഡ് കഴിക്കണേണ്. നമ്മൾ ഉണ്ടാക്കിയ ബിരിയാണി നമ്മളെല്ലാവരും കൂടെ കഴിക്കുകയാണ്. പിന്നെന്താ, അത്രയ്ക്ക് തന്നെ. അൽഹംദുലില്ലാ അങ്ങനെ നല്ലൊരു നോമ്പ് കൂടെയും കൂടാൻ പറ്റി. പിന്നെ വന്നിട്ട് ഇവിടെ നമ്മൾ ചെറിയ ഡെക്കറേഷൻ ചെയ്യുന്നതാണ്, ചെറുതായിട്ടേ ഉള്ളൂ. പിന്നെ കുറച്ച് മാജിക് ക്യാൻഡിൽസ് വാങ്ങിയിട്ടുണ്ടായി കേക്കിൻ്റെ മുകളിൽ വയ്ക്കാനായിട്ടും. പിന്നെ അതുപോലെ നമ്മുടെ കയ്യിൽ ഫെയറി ലൈറ്റ്സും ഉണ്ടായി, കുറച്ച് ഫെയറി ലൈറ്റ്സും. പിന്നെ നമ്മൾ കുറച്ച് ബലൂൺസൊക്കെ വാങ്ങിയിട്ടുണ്ടായി. പിന്നെ ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായി ടൈം ലാപ്സ് വെച്ചിട്ട്, അത് കറക്റ്റായിട്ട് വന്നില്ല. പിന്നെ വന്നിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ബേബിക്ക് വേണ്ടി വാങ്ങിയ ഡ്രസ്സ്. ആക്ച്വലി ആരുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞില്ലല്ലോ, എൻ്റെ ഇത്താത്തയുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. ഐറ എന്നാണ് അവളുടെ പേര്. അവളുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. സോ നമ്മൾ ഇത് വന്നിട്ട് മൺഡേ ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. സാറ്റർഡേ സൺഡേ ഓൾറെഡി ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അവൾക്ക് ഡ്രസ്സൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അങ്ങനെ മൺഡേ ഞങ്ങൾക്ക് വെക്കുന്ന സെറ്റാക്കി തന്ന ഒരു അടിപൊളി ഡ്രസ്സാണ് ഇത്. നല്ല പെർഫെക്ഷൻ, നല്ല സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ടായി. ബാക്കിൽ ബോയ് ഒക്കെ വെച്ച്, അത് ബോ നമുക്ക് ജസ്റ്റ് ടൈ ചെയ്യാവുന്ന ടൈപ്പ് ബോയാണ് കേട്ടോ. പിന്നെ 5 ലെയറാണെന്ന് അടിയിലുണ്ടായി. സ്റ്റിഫ് നെറ്റൊക്കെ വെച്ച് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായി. പിന്നെ എൻ്റെ ഉമ്മച്ചിയുടെ ഫ്രണ്ടാണ് ടീച്ചർ, അജിത എന്നാണ് പേര്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, ഫ്ലോറ ബുട്ടീക്ക് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ബർത്ത്ഡേയുടെ ബ്ലോഗ് കണ്ടവർക്കറിയാം, ടീച്ചർ തന്നെയാണ് എൻ്റെ ബർത്ത്ഡേയുടെ ഡ്രസ്സും ചെയ്തിട്ടുണ്ടായത്. സോ നിങ്ങൾക്ക് ഇങ്ങനെ നല്ലപോലെ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ടീച്ചറിനെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. പിന്നെ കേക്ക് വന്നിട്ട് കേക്ക് ഫ്രം ഹെവനിന്നായിരുന്നു. നല്ല എമ്മി കേക്ക് ആയിരുന്നു. അവർക്കും ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, സോ ഇഫ് യു വാണ്ട് ചെക്ക് ഇറ്റ് ഔട്ട്. പിന്നെ വന്നിട്ട് എൻ്റെ ക്ലിപ്പിംഗ്സ് ഒക്കെ ഞാൻ ആഡ് ചെയ്യാം. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ. ബൈ.